ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാനഡയിലാണ്. കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കോഴ്സ് കഴിയുന്നത് വഴി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ഇവിടെ ജോലിക്കും സ്ഥിര താമസത്തിനും സാധ്യത. അതോടൊപ്പം ഫാമിലിക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള അവസരവും. ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കൊച്ചി ഫോർ സ്റ്റഡി ആൻഡ് വർക്ക് ഇൻ കാനഡ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിലാണ്. കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. കോഴ്സ് കഴിയുന്നതോടുകൂടി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ഇവിടെ ജോലിക്കും സ്ഥിര താമസത്തിനും സാധ്യത. അതോടൊപ്പം ഫാമിലിക്കും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള അവസരം. ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കൊച്ചി ഫോർ സ്റ്റഡി ആൻഡ് വർക്ക് ഇൻ കാനഡ. സർ, ഞങ്ങളുടെ കമ്പനി പുതുതായി മാർക്കറ്റിലിറക്കിയ ശരത്. കേരള, നീ MBA ഒക്കെ പഠിച്ചിട്ട് എന്താ ഇങ്ങനെ? ലാംഗ്വേജ് പ്രോബ്ലം. എല്ലാ അംഗീകാരമില്ലാത്ത കോളേജിൽ പഠിച്ചതിന്റെ പ്രശ്നോ? എന്നെ സഹായിച്ചത് കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. +2 കഴിഞ്ഞ് നേരെ കാനഡയിലേക്ക്, അവിടെ എഞ്ചിനീയറിംഗ്. ഇപ്പോഴെന്റെ ബ്രദറും വൈഫിന്റെ 2 സിസ്റ്റേഴ്സും കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴി കാനഡയിലെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗും ബിസിനസ് മാനേജ്മെന്റും പഠിക്കുകയാണ്. ഞാനും കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴി കാനഡയിൽ പോയി ഒരു നല്ല കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കൊച്ചി ഫോർ സ്റ്റഡി ആൻഡ് വർക്ക് ഇൻ കാനഡ. സർ, ഞങ്ങളുടെ കമ്പനി പുതുതായി മാർക്കറ്റിലിറക്കിയ ശരത്. നീ MBA ഒക്കെ പഠിച്ചിട്ട് എന്താ ഇങ്ങനെ? എല്ലാ അംഗീകാരമില്ലാത്ത കോളേജിൽ പഠിച്ചതിന്റെ പ്രശ്നോ? എന്നെ സഹായിച്ചത് കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ്. +2 കഴിഞ്ഞ് നേരെ കാനഡയിലേക്ക്. ഞാനും കൊച്ചിയിലുള്ള ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി വഴി കാനഡയിൽ പോയി ഒരു നല്ല കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ഫെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കൊച്ചി ഫോർ സ്റ്റഡി ആൻഡ് വർക്ക് ഇൻ കാനഡ.